പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ EPF ബ്ലോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ചെകുത്താൻ്റെ അടുക്കള ഒന്ന് പോയി കാണാം. കൊടൈക്കനാലിൽ വന്നിട്ട് ചെകുത്താൻ്റെ അടുക്കള പോയി കണ്ടില്ലെങ്കിൽ അതൊരു സങ്കടകരമായ കാര്യമില്ലേ? അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ചെകുത്താൻ്റെ അടുക്കള ഒന്ന് പോയി കാണാം, അതായത് ഗുണ കേവ്. പ്രിയപ്പെട്ടവരെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഞെക്കി വെക്കുക. അപ്പോൾ അത് മറക്കരുത്. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം. എന്തായാലും മനോഹര കാഴ്ചകളാണ് കൊടൈക്കനാലിലുള്ളത്. കൊടൈക്കനാലിൽ ഒന്നും രണ്ടും ദിവസമൊന്നും വന്നു നിന്നോട്ട് കാര്യമില്ല. മാക്സിമം ഒരു 5 ദിവസമെങ്കിലും വേണം എല്ലാം ഒന്ന് മനസ്സിരുത്തി കണ്ടറിഞ്ഞ് വേണം. മന്നവന്നൂരും മൂപ്പാറയും ഒക്കെ പോയി. കോട ഇറക്കണ്ട, എത്ര പെട്ടെന്നല്ലേ. കോടമഞ്ഞ് കണ്ടില്ലേ? കോടമഞ്ഞ് നമുക്ക് നല്ല കുളിര് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോടമഞ്ഞിലൂടെ ബൈക്ക് റൈഡൊന്ന് ചെയ്ത് പൈൻ ഫോറസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മനോഹരമായ കാഴ്ച. അപ്പോൾ നമ്മൾ ഗുണ കേവിൻ്റെ അവിടേക്ക് കയറിപ്പോകുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടേക്ക് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ കാണുന്നുണ്ട്, ചെറിയ ചെറിയ കടകൾ. അതിൻ്റെ എൻട്രൻസാണ് ഈ കാണുന്നത്. അതിൻ്റെ ബോർഡുകൾ അതിൽ ഗുണ കേവ്. കമലഹാസൻ്റെ ഒരു ഗുണ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷം അവിടെ ഫേമസ് ആയിരുന്നു. காலு கீழே பிடிச்ச ഉടനെ പോണേ. ഇവിടുന്ന് ഇവിടെയാണ് കമലഹാസൻ്റെ ഗുണ ഷൂട്ടിങ് ചെയ്തത്. അവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അത് ഗുണ കേവ് ആയത്. ഒത്തിരി പേര് ഇവിടെ വരലുണ്ട്. ഇപ്പം എല്ലാവരും ഇവിടെ വന്ന് ഫോറസ്റ്റ് അല്ലേ.
ഒരു ഇരിപ്പിടം ഉണ്ടാക്കി വെച്ചേക്കുന്നത് അല്ലേ? രസമായിട്ടല്ലേ? കോട മൂടി കിടക്കുന്ന അടിപൊളി. ചെകുത്താൻ്റെ അടുക്കള, ഗുണ കേവ്, ഗുണ ഗുഹകൾ. കൊടൈക്കനാലിലെ തടാകത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്ററോളം വന്നതിന് ശേഷമാണ് നമുക്ക് ഈ ഗുണ കേവ് കാണാൻ സാധിക്കുക. കമലഹാസൻ അഭിനയിച്ച ഗുണ എന്ന തമിഴ് ചിത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ഈ ഗുഹയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഗുണ കേവ് എന്ന പേര് വന്നതും. 600-ലധികം അടി താഴ്ചയുള്ള അഗാധ ഗർത്തത്തിലാണ് ഈ ഗുഹ ചെന്നവസാനിക്കുന്നത്. വളരെ അപകടം നിറഞ്ഞ ഇവിടെ ഇതേവരെ 13 പേര് മരണപ്പെട്ടിട്ടുണ്ട് ഈ ഗുഹയിൽ വീണിട്ട്. ഇവിടെ നിന്നും കൊടൈക്കനാലിൻ്റെ ദൃശ്യഭംഗി അതിമനോഹരമായിട്ട് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. പക്ഷേ അങ്ങോട്ട് ചെന്ന് എത്തിപ്പെടുക, കാണാനുള്ള സ്ഥലം നോക്കി നിന്ന് കാണാനുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളത് കുറച്ച് ദുഷ്കരമാണ്. 2024 ഫെബ്രുവരി മാസത്തിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രം എല്ലാവർക്കും അറിയുന്ന പോലെ മഞ്ഞുമൽ ബോയ്സ് ഈ ഗുഹയിലെ ഒരു അപകടത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ള ഒരു ചലച്ചിത്രമായിരുന്നു അത്. വലിയ സ്വീകാര്യതയായിരുന്നു അതിന് ഇന്ത്യയിൽ നിന്ന് കിട്ടിയത്. ഇതിനങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. കമലഹാസൻ ഇവിടെ എവിടെയൊക്കെയാണ് ഈ ഗുഹനകത്ത് എവിടെയാണ് അതവിടെ പല കാര്യങ്ങൾക്കൊക്കെയായി ഗുഹാമുഖത്തും അകത്തുമൊക്കെ പോയ നിരവധി ആളുകളെ പിന്നീട് കാണാതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗുഹ ചരിത്രത്തിലെ കുപ്രസിദ്ധ ആർജിച്ച ഒരു ഗുഹയായിട്ട് നമുക്ക് പറയാം. ഇതൊരു ഏകീകൃത സ്വഭാവം ഈ ഗുഹയ്ക്ക് ഇല്ല. പല രീതിയിലാണത്. ഇതിൻ്റെ ഗുഹാമുഖം ഒരു ഓട്ടയാണെങ്കിൽ ഉള്ളിലത് പല രീതിയിലാണ് ചെന്നെത്തിപ്പെടുന്നത്. വളരെ ആഴേറിയതും കൂടിയാണ്. അതായത് ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ രക്ഷപ്പെടുക എന്നുള്ളത് വളരെ പ്രയാസകരമായൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വീണുപോയവരെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല ഇതുവരെ. കേരളത്തിലെ ആ ഒരു സംഭവം ഒഴിച്ച് ആ പയ്യനെ അവരുടെ കൂട്ടുകാർ കൂടെ രക്ഷപ്പെടുത്തിയെടുത്ത സംഭവം ഒഴിച്ച് ബാക്കിയൊക്കെ ഇതിൽ നിന്ന് ആരും രക്ഷപ്പെട്ടു പോന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. 2016 കണക്കനുസരിച്ച് ഏകദേശം 16 പേരെങ്കിലും ഇതിനകത്ത് പോയിട്ടുണ്ട്. അവർ ഒന്നും തിരിച്ചു കിട്ടിയതായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് സത്യം. 1821 ബ്രിട്ടീഷ് ഓഫീസർ BS വാർഡാണ് ഈ ഗുഹയുടെ ദ്വാരം ആദ്യമായി രേഖപ്പെടുത്തിയത്. അദ്ദേഹം അന്ന് ഇതിനൊരു പേരുമിട്ട്. ആ പേരാണ് ഡെവിൽസ് കിച്ചൺ. 1991 കമലഹാസൻ അഭിനയിച്ച ഗുണ, അതിൻ്റെ പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷനായിരുന്നു ഈ ഗുണക്ക് ഡെവിൽസ് കിച്ചൺ. അതിനുശേഷം ആ സിനിമ ഇറങ്ങി. അതിനുശേഷം ഈ പ്രദേശത്തിന് ഗുണ കേവ് എന്ന ഗുണ സിനിമയുടെ പേര് ചേർത്തുകൊണ്ട് ഗുണ കേവ് എന്ന പേര് വീഴുകയും ടൂറിസ്റ്റുകൾ ഒരുപാട് ഇവിടേക്ക് വരികയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അതിനുശേഷം ഈ സിനിമ വന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ആളുകളുടെ വരവ് കുറച്ചധികമായതിനു ശേഷവും ഇവിടെ 2-3 പേര്
ഈ ഗുഹക്കകത്ത് വീണ് പോയിട്ടുണ്ട്. അവരുടെ മൃതദേഹം പോലും തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല ഇന്നേ വരെ. പിന്നെ മറ്റു ചിലർ ആത്മഹത്യക്കായിട്ട് ഈ ഗുഹ തിരഞ്ഞെടുത്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഈ 2000 മുതൽ ഇങ്ങോട്ട് 2016 വരെ കാണാതാവുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ പിന്നെ അധികാരികൾ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വെച്ച് മറച്ചു. ഗുഹ മുഖങ്ങളൊക്കെ ചെറിയ ചെറിയ ഹോളുകളും ഓട്ടകളും ഗുഹയ്ക്കകത്ത് വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ, അതുപോലെ പ്രധാനമായിട്ടും ഗുണ കേവിലേക്ക് ഇറങ്ങുന്ന വഴിയൊക്കെ അവർ ഇരുമ്പ് വേലിയും ഇരുമ്പ് കവചമൊക്കെ വെച്ച് മറച്ചു. പിന്നീട് ആളുകൾക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത രീതിയിലാക്കി മാറ്റി. ഇപ്പം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. 2006 നമ്മുടെ കേരളത്തിൽ നിന്ന് വന്യമ്മേൽ കൊച്ചിയിൽ നിന്നുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കൾ ടൂറിസ്റ്റുകളായിട്ട് വന്നു ഗുഹ ഒക്കെ കാണാനായിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെയാണ് അബദ്ധത്തിൽ സുഭാഷ് ഈ ഗുഹയിലേക്ക് വീഴുകയും പിന്നീട് ഇയാളുടെ സുഹൃത്ത് ഷിജു ഡേവിഡും നാട്ടുകാരും ചേർന്ന് പോലീസിൻ്റെ പിന്തുണയോടെ ഏറെ പരിശ്രമിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ പുറത്തെടുത്തത്. നമ്മളത് സിനിമയിൽ കണ്ടതല്ലേ. സുഭാഷ് വീണ ഗുഹാമുഖത്തേക്കൊക്കെ നമുക്കൊന്നും ഇറങ്ങിച്ചെല്ലാൻ പറ്റില്ല. അത് ഒക്കെ വേലികൾ വെച്ച് മറച്ചു. അങ്ങോട്ടൊന്നും ആർക്കും പ്രവേശനമില്ല. അങ്ങോട്ടൊന്നും ഇറങ്ങിച്ചെല്ലാനും പറ്റില്ല. അങ്ങനെ ഗുണ കേവ് കണ്ടു. കാര്യമായിട്ടൊന്നും ഇതൊക്കെ തന്നെ, ഇത്രയും കാഴ്ചകളൊക്കെ തന്നെ ഉള്ളൂ. ഒരു കമലഹാസൻ്റെ സിനിമയുണ്ട്. ആ സിനിമ ഗുണ എന്ന് പറഞ്ഞ സിനിമയാണ്. ആ സിനിമക്കകത്ത് ഈ ഗുഹയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അതിന് ശേഷമാണ് ഇത് ഫേമസ് ആയത്. ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ വരാൻ തുടങ്ങിയത് അതിന് ശേഷമാണ്. പക്ഷെ ഇപ്പോൾ അതൊക്കെ അടച്ചു. അതെല്ലാം ആ ഗുഹയിലേക്ക് ഇറങ്ങുന്ന വഴികളൊക്കെ അടച്ചു. എല്ലാ കമ്പിവേലി ഇരുമ്പ് ഇതൊക്കെ വെച്ച് ആ വഴിയൊക്കെ അടച്ചു. അപ്പോൾ ഇനി അത് കാണണമെന്നുണ്ടെങ്കിൽ ഗുണ സിനിമ കണ്ടാൽ മതി. സിനിമക്കകത്തുണ്ട് അത്. നമ്മൾ അവിടെ പോയൊരു ഇതൊക്കെ എടുത്തൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടങ്ങ് പോകാം കഴിഞ്ഞപ്പോൾ.